ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും എസ്ഫിയർ കുവൈത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എണ്ണം കുഞ്ഞി കുവൈത്തിൽ നിന്നും. അപ്പോൾ ഇന്ന് മന്ത്രിസഭയുടെ ആ ഒരു തീരുമാനങ്ങൾ വന്നതിന് ശേഷം ഒരുപാട് സുഹൃത്തുക്കളൊക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ആരെയും ഭയപ്പെടുത്താനോ ഒന്നും തന്നെയല്ല, എനിക്കറിയുന്ന കാര്യങ്ങളൊന്ന് വിശദീകരിക്കുക എന്നത് മാത്രമാണ് ഉദ്ദേശം. ഒത്തിരി പേര് വിളിച്ചു ചോദിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും മറുപടി കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ വന്നിട്ടുള്ള ഉത്തരവിൽ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിക്കാർക്ക് 50% അതായത് ബസ്സിലൊക്കെ നമ്മുടെ ആ ഒരു പഴയ സിസ്റ്റം ഉണ്ടല്ലോ, ഒരു സീറ്റ് അവിടെ വിട്ടിരിക്കുന്ന ആ ഒരു സിസ്റ്റമിലേക്ക്. അതുപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ തന്നെയാണ് ടാക്സിയും പെട്ടിട്ടുള്ളത്. ടാക്സി 50% എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2 യാത്രക്കാരെ മാത്രം എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് എത്ര ആളെന്ന് കറക്റ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. 50% എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സലൂണിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കറക്റ്റായിട്ട് നിയമങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട്. 2 ഡോസ് വാക്സിൻ എടുത്തിരിക്കണം. അതുപോലെ തന്നെ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ മാസ്ക് അതുപോലെ തന്നെ ഗ്ലൗസൊക്കെ കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടതുണ്ട്. കാരണം ബുധനാഴ്ച മുതൽ 12-ാം തീയതി ബുധനാഴ്ച മുതൽ കർശനമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നുള്ളത്. പരിശോധന എന്ന് ഉദ്ദേശിച്ചത് മെയിനായിട്ട് വലതിയായിരിക്കും. അപ്പോൾ മുമ്പൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതുകൊണ്ട് മത്താം അതുപോലെ തന്നെ ബാബർ ഷാപ്പ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ കറക്റ്റായിട്ട് മാസ്കും ഗ്ലൗസും നിർബന്ധമായി ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ മുമ്പൊക്കെ എങ്ങനെയായിരുന്നു നമ്മൾ കുവൈത്ത് ഗവൺമെൻറ്റിൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളത്, അതുപോലെ തന്നെ നിൽക്കുക, മാസ്കൊക്കെ ഉപയോഗിക്കുക, കൂട്ടം കൂടിയിരിക്കാതിരിക്കുക, നമ്മൾ ആവശ്യത്തിന് മാത്രം പുറത്തിറങ്ങുക. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞെങ്കിൽ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് വരിക. അതുപോലെ തന്നെ ഷോപ്പിംഗ് മാളിലും അവിടെ ഇവിടെയൊക്കെ പോയി കറങ്ങാതിരിക്കുക. കാരണം പരിശോധന കൂടുതലുണ്ടാവും. ആൾക്കാർ കൂടി നിൽക്കുന്ന കണ്ടെങ്കിൽ പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ പറയേണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. അതുപോലെ തന്നെ പ്രൈവറ്റ് വണ്ടിയിൽ യാത്ര ചെയ്യുന്നവർ, അതുപോലെ തന്നെ പ്രൈവറ്റ് വണ്ടിയിൽ ജോലിക്കാരെ കൊണ്ടുപോകുന്നവർ, അവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ ആൾക്കാരെ കുത്തി നിറച്ച് കൊണ്ടുപോകാതിരിക്കുക. കാരണം ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ബുധനാഴ്ച മുതൽ, അതായത് ഈ നിയമങ്ങളൊക്കെ പ്രാബല്യത്തിൽ വരുന്നത് ബുധനാഴ്ച മുതലാണ്, 12-ാം തീയതി മുതൽ. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ 50% എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അവർ മറ്റുള്ള ഇതൊക്കെ അവർ ശ്രദ്ധിക്കും. പ്രൈവറ്റ് ആയെങ്കിലും എല്ലാം അവർ ശ്രദ്ധിക്കും. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നല്ല ഫൈന് കിട്ടും. അതുപോലെ തന്നെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ പബ്ലിക്കിൽ പോകുമ്പോഴും അതുപോലെ തന്നെ ഷോപ്പിംഗ് മാളിൽ പോകുമ്പോഴൊക്കെ നിർബന്ധമായ മാസ്ക് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മൾ ആവശ്യത്തിന് മാത്രം വെളിയിലിറങ്ങുക. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണമെങ്കിൽ പോയി വാങ്ങിച്ച് റൂമിലേക്ക് വരിക, കറങ്ങാതിരിക്കുക. കാരണം ഈ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. ഇവിടുത്തെ മുമ്പത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോലുള്ള വിദേശികൾ ഇവിടുത്തെ ഗവൺമെൻറ് എന്താണോ പറയുന്നതിന് പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക, അവരുടെ കൂടെ സഹകരിക്കുക. നമ്മളൊക്കെ എല്ലാവരും സഹകരിച്ചു കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്കറിയാലോ, കൂടുതൽ നിയന്ത്രണങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞ കാലങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, 1 വർഷമൊക്കെ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലേക്കൊക്കെ പോവാതിരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കൂടെ നിൽക്കുക. എന്താണോ ഗവൺമെൻറ് പറയുന്നത് അതൊന്ന് ഫോളോ ചെയ്യുക. ഇപ്പം നിലവിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഈ നിയന്ത്രണങ്ങൾ വലിയൊരു നമുക്കൊരു എഫക്റ്റ് ആകുന്ന അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെയല്ല. ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഗവൺമെൻറ് ജോലിക്കാർ 50%, അതുപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷന്, അത് ബസ് ടാക്സി ഇതിലൊക്കെ 50% എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഇനിയും കൂടി വന്നു കഴിഞ്ഞെങ്കിൽ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് അതിനുള്ള ഇത് വെച്ച് കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ നാട്ടിൽ നിന്നൊക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് വന്ന ഈ മന്ത്രിസഭാ ഉത്തരവ്, അതായത് ബുധനാഴ്ച 12 മുതൽ കുവൈത്ത് കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്നും വരുന്ന ഫ്ലൈറ്റ് സർവീസിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, നിർത്തലാകുമോ എന്നൊക്കെ ഒരുപാട് പേര് വിളിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ അതിനെക്കുറിച്ച് ഒന്നും തന്നെ മന്ത്രിസഭയിലൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നിലവിൽ പ്രശ്നമില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇപ്പോൾ ഇന്ന് പോലും ഇവിടെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആരെങ്കിലും പെട്ടെന്ന് വരാനൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അടുത്ത മാസമൊക്കെ ടിക്കറ്റ് എടുക്കാനൊക്കെ ഉദ്ദേശമുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ടിക്കറ്റ് എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത് ഞാൻ പറയാൻ വേണ്ടി കാരണം, ഇനി എന്തെങ്കിലും കാരണവശാൽ ഇവിടുത്തെ ഗവൺമെൻറ് ഒരു ഡേറ്റ് പറഞ്ഞിട്ട് അതിൻ്റെ ശേഷം ചിലപ്പോൾ ഫ്ലൈറ്റ് സർവീസ് ആണ്ട് നിർത്തലാക്കി കഴിഞ്ഞാൽ ആ ഉള്ള സമയത്ത് ഇവിടുത്തെ ഫ്ലൈറ്റ് സർവീസിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാലോ. അപ്പോൾ അവർക്കുള്ള ഒരു ചാകരക്കുള്ള ഒരു വകുപ്പ് ഉണ്ടാക്കി കൊടുക്കരുത്. കാരണം മുമ്പൊക്കെ എത്രയായിരുന്നു ടിക്കറ്റ് നിരക്ക്? അപ്പോൾ ഇനി ടിക്കറ്റ് നിരക്ക് അങ്ങനെ ആയി കഴിഞ്ഞെങ്കിൽ കൂടി വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ആരെങ്കിലും വരാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ടിക്കറ്റ് എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നൊക്കെ ഇവിടുത്തെ കോവിഡ് കേസ് വളരെ കൂടുതലാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ
അതെങ്ങനെയാവും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ ഇന്നൊരു മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് കൂടുതലൊന്നും പറയാനില്ല. ഇനി നമുക്ക് നല്ലൊരു ഇൻഫർമേഷനുമായി വരുന്നവരെ എല്ലാ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഗുഡ് ബൈ.